നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ഒടുങ്ങുന്നതിന് മുൻപ് തന്നെ ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ്. നവംബർ 5-ാം തീയതിയാണ് നിലവിലുള്ള ജാർഖണ്ഡ് നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. ഇന്ത്യ മുന്നണിയും NDAയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിന് തന്നെയാണ് ഇക്കുറി ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുക. 81 അംഗ നിയമസഭയാണ് ജാർഖണ്ഡിലുള്ളത്. JMMന്റെ തലവനായ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ തലവനായിരുന്ന ഹേമന്ത് സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ ഇക്കുറി ശ്രദ്ധയുറപ്പിക്കുന്നത് ജാർഖണ്ഡിലേക്കാണ്. ഹേമന്ത് സോറന് പകരം ചമ്പൈ സോറനാണ് നിലവിൽ മുഖ്യമന്ത്രി കസേരയിലുള്ളത്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യമാണ് NDA നേരിടുന്നതെന്നും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്ത 5 സീറ്റിലും BJP പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ജാർഖണ്ഡിലെ 14 ലോക്സഭാ സീറ്റുകളിൽ സംവരണ സീറ്റായ പാമല ഉൾപ്പെടെ 8 സീറ്റുകൾ മാത്രമാണ് ഇക്കുറി BJPക്ക് നേടാൻ സാധിച്ചത്. സഖ്യകക്ഷിയായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ ത്രികോണ മത്സരത്തിന് സംവരണേതര സീറ്റായ ഗിരിധി വിജയിച്ചു കയറിയിരുന്നു. ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ള ജനവികാരമാണ് ഇക്കുറി ജാർഖണ്ഡിൽ BJPക്ക് നേരിടേണ്ടി വന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹേമന്ത് സോറന്റെ ഭാര്യയായ കൽപ്പന സോറനായിരുന്നു ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്നത്. അവരുടെ പ്രചരണത്തിന്റെ ഫലമായി തന്നെ രാജ്മഹൽ, ദുംക, സിംഗ്ഫു എന്നീ 3 സീറ്റുകളിൽ JMMന് വിജയിക്കാൻ സാധിച്ചു. കോൺഗ്രസ് 7 സീറ്റിലും JMM 5 സീറ്റിലും RJD, CPI-ML എന്നിവർ ഒരിടത്തുമാണ് മത്സരിച്ചത്. ഇതിൽ JMM 3 സീറ്റുകളിലും കോൺഗ്രസ് 2 സീറ്റിലും വിജയിച്ചു കയറുകയും ചെയ്തു. എന്നാൽ ഈ വിജയത്തിനിടയ്ക്കും കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ ജാർഖണ്ഡിലുണ്ട്. കാരണം മുസ്ലിംസിന്റെ ഭൂരിപക്ഷ പ്രദേശമായ മുസ്ലിം ജനസംഖ്യ കാര്യമായുള്ള ധൻബാദ്, റാഞ്ചി തുടങ്ങിയ നഗരപ്രദേശങ്ങളിൽ ഇക്കുറി കോൺഗ്രസിന് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. ഹേമന്ത് സോറന്റെ അറസ്റ്റ് സന്തോൾ, ഉറാണ്ട, മുണ്ട, ഖരിയ, ഹോ, പഹാരിയ എന്നീ ഗോത്രവർഗ ഗ്രൂപ്പുകളെ ഇപ്പോൾ ഏകോപിപ്പിച്ചിട്ടുമുണ്ട്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുള്ള ഒരു വലിയ വിലങ്ങുതടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ തലവേദനയായി ജാർഖണ്ഡിൽ മറ്റൊരു പാർട്ടി കൂടി ഉദയം ചെയ്തിട്ടുണ്ട്. യുവ കുർമി നേതാവായ ജയറാം മഹ്തോയുടെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡി ഭാഷാ ഖദിയാൻ സംഘർഷ സമിതിയാണ് ഇത്തവണ ശ്രദ്ധേയ സാന്നിധ്യമാകും എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഒരു ലോക്സഭാ സീറ്റിലും ഇവർ ഇക്കുറി വിജയിച്ചില്ല എങ്കിൽ പോലും ഗിരിധി ഉൾപ്പെടെയുള്ള സീറ്റുകളിലുടനീളം മികച്ച വോട്ടുകൾ നേടാൻ, വോട്ട് വിഹിതം ഉയർത്താൻ ഇവർക്ക് സാധിച്ചിരുന്നു. JMMനും AJSUവിനും ശേഷം താഴെ തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഈ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.